പറഞ്ഞു തരുന്ന കഴിച്ചു നന്നായി. ഓ ഇന്നാണിപ്പോ ഇവിടെ ഏത് ദിവസം നോക്കിയാലേ ഈ മുരിങ്ങയുടെ അല്ല ചക്ക നിങ്ങളൊന്ന് നിർത്താവോ? എങ്ങനെ ഞാൻ നിർത്തും? അങ്ങനത്തെ തോന്നിയ സ്ഥലം കാണിച്ചേക്കണം. ഒരുത്തൻ ഗൾഫിൽ നിന്ന് വരാതിരിക്കണം, ഒരുത്തൻ ഇവിടെ സ്വീകരിക്കാൻ അങ്ങ് സൽക്കരിക്കാൻ നിൽക്കുന്നു. കളിക്കരുത്. കേക്കട്ടെ, അവൻ കേക്കട്ടെ. ഒന്ന് ഈ വീട്ടിലുള്ളവന് ബോധം വേണം, അല്ലെങ്കിൽ വന്നവന് ബോധം വേണം. ഗൾഫുകാരെന്ന് പറഞ്ഞ ആൾക്കാർ ഓടി ദൂരെ പോവുകയാണ്. വിവരമുള്ളതുകൊണ്ടാണ് ഈ തോന്നിയ ദിവസം കാണിക്കുന്നത്. ഒന്നാമത് സാമൂഹ്യ വ്യാപനത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. പിന്നെ എന്നാ ഇവിടെ വരുമ്പോ ക്ലീറ്റോ അന്വേഷിച്ചാൽ മതി. അത് അവിടെ അപ്പുറത്തല്ലേ വന്നേക്കുന്നത്. ക്ലീറ്റോ അതിനകത്തോട് അവിടെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ തൊട്ടാ മതി വളരാന്. കൊച്ചു പിള്ളേരുള്ള വീടായത്. ശരി, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ പിച്ചിരയുടെ നാക്കടക്കി എനിക്ക് പറ്റൂല. അവൻ കേൾക്കണോടി, അവൻ കേൾക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ഗൾഫിൽ നിന്ന് വന്നവനാണ്. അവന് ചിന്തിച്ചൂടെ ഇങ്ങനെ വീടുകളിൽ കയറി ഇറങ്ങിക്കൂടാന്ന്? ഇതൊക്കെ ആൾക്കാർ. ഞാൻ ഇവനെതിരെ പരാതിപ്പെടും. എന്റെ ആങ്ങളെ ഞാൻ പറയണത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് അവര് തമ്മിൽ കാണുന്നതാണ്. ആ ചെറുക്കൻ പോട്ടെ, പോയിട്ട് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. മര്യാദകേടാണ്. ഇവിടെ നാട്ടിൽ എത്രയോ പേര് അവന്റെ സുഹൃത്തുക്കളുണ്ട്. അവരാരെങ്കിലും വിളിച്ച് സൽക്കരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ ഈ നേരം വെളുക്കുമ്പോ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് ഇറങ്ങി പോകണ്ടല്ലോ. നിങ്ങൾ ആരെയൊക്കെ കാണണു, എവിടെയൊക്കെ പോകണു, ആരെയൊക്കെ തൊടണു. അങ്ങനെയാണെങ്കിൽ വാർത്തയും ടി വി ഒക്കെ കാണണം. നാട്ടിലുള്ളവരൊന്നല്ല ഇത്, വെളിയിൽ നിന്ന് വിമാനം വഴി വരുന്നവരിൽ നിന്നാണ് ഇത് പകരണത്. അല്ലാതെ നാട്ടിലുള്ളവരെന്നല്ല. ഇതൊക്കെ എവിടെ വാർത്ത ഇതിനകത്തുണ്ട്. ആ വായിൽ ഇതൊക്കെ എടുത്ത് വായിക്കും. അത് കാര്യാക്കണ്ട. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവം. അവൻ അവിടെ ഇല്ലേ, അവൻ എന്ത് വേണേ പറഞ്ഞോട്ടെ. നീ കഴിക്കും, കുഴപ്പമില്ല. നീ ഇരിക്കണ. അല്ല കുഴപ്പമില്ല. എടാ പറയാ, അത് കുഴപ്പമില്ല. അത് കാര്യമില്ല. അവൻ ഒരു ഭ്രാന്തനാവൻ. അല്ല അതല്ല, ഇത് ഞാനാണ് മനസ്സിലാക്കേണ്ടിരുന്ന കാര്യം. പണ്ടൊക്കെ ഈ നമ്മൾ പ്രവാസികൾ വരുമ്പോഴേ ഒരുപാട് പേര് എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. അളിയ കുപ്പി ഉണ്ടാ, സോപ്പുണ്ടാ, സ്പ്രേ ഉണ്ടാന്നൊക്കെ. ഇപ്പം നമ്മളാർക്കും വേണ്ട. കുഴപ്പമില്ല, കുഴപ്പമില്ല. അല്ല അല്ല നീ ഇരിക്കടാ. ഒരു കഴിച്ചിട്ട് പോടാ. ഞാനാണ് മനസ്സിലാക്കേണ്ടിരുന്നത്. ഇല്ല, എനിക്ക് വിഷമാവും. നമുക്ക് ഇനിയും കൂടാ. നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. കുഴപ്പമില്ല. മറേ ഇതിലൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണെങ്കിൽ ഈ ലോകത്തൊന്നും ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂലല്ലോ. ആർക്കും പുറത്തിറങ്ങിക്കൂടാ. അതുകൊണ്ടാണ് സർക്കാർ അതെ പോലീസ് തന്നെ നിന്നെ കൊല്ലാണ് വേണ്ടത്. ആ പാവം ഭക്ഷണത്തിന്റെ മുമ്പ് നിറ കണ്ണുകളോടെ എടിച്ചു പോയത്. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നാട്ടിൽ വന്നാൽ കൂട്ടുകാരെല്ലാം അവന്റെ കൂടെ കൊണ്ടാവും. ഇപ്പൊ പ്രവാസിയല്ല, ആർക്കും വേണ്ട. അങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിയിരിക്കുന്നവൻ ഒത്തിരി സന്തോഷമായിക്കോട്ടെന്ന് കരുതിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വീട്ടിൽ വിളിച്ചോണ്ടെന്നാ അതിനേക്കാൾ സങ്കടപ്പെട്ട് അവൻ വീട്ടിൽ ഇറങ്ങി പോയിരിക്കുന്നത്. സമാധാനമല്ലോ എനിക്ക്. കൊറോണയുണ്ട്. എന്ത് കോത്താഴത്തിലെ രാഷ്ട്രീയക്കാരനാണ് നീ? പ്രവാസി എന്ന് പറഞ്ഞ കണക്കൊക്കെ പുച്ഛല്ലേ? ഈ പ്രവാസികളില്ലെങ്കിൽ ഇന്നത്തെ കേരളമില്ല. അതാണ് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി എന്താ ചെയ്യാന്ന് അറിയാണ്ട് പകച്ചു നിൽക്കരുത്. അവരോടാ നീ ഭയങ്കര മോശമായി. കണ്ണ് നിറഞ്ഞിട്ട് അവിടുന്ന് പോയേ. ഒന്നും വേണ്ട, നീയും കുറച്ചാളോടെ ഉണ്ടായിരുന്നില്ലേ? ഒരു പ്രവാസിയുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവൂലേ? കഷ്ടോളയാ. ഒരു കാര്യം എല്ലാവരുടെ കൂടെ പറയാം, കുറ്റപ്പെടുത്തുന്നേക്കാൾ കഷ്ടമാണ് ഒറ്റപ്പെടുത്തുന്നത്. അത് ചെയ്യരുത് നമ്മൾ.